ഞാൻ ഇന്ന് ഇച്ചിരി മുളക് ബജി ഉണ്ടാക്കാൻ പോകുക. അതിന് നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുളക് ഒന്ന് നടുക്കൂടെ കീറി വെക്കാം. ഇത് കഴുകി വാരി വെച്ചിരുന്ന മുളകാണ്. ഇത് കഴുകിയെടുത്ത് വെച്ചിരുന്ന മുളകാ. ഇതിനകത്ത് നിറയ്ക്കാനുള്ള മസാല മാങ്ങാപ്പൊടിയായത്. മാങ്ങ ഉണക്കി ഇത് പൊടിച്ചെടുത്തത്. ശകലം കുരുമുളക് പൊടി, ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇടുന്നത് ഈ കുരുമുളക് പൊടി. എന്നിട്ട് ഉപ്പ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഇച്ചിരി ഈ മുളകിന്റെ അകത്ത് നമ്മൾ നിറയ്ക്കും. ഇത് മുളക് ആദ്യം ഒന്ന് ഇച്ചിരി എണ്ണയിലൊന്ന് വറുത്ത് കോരണം. എന്നാൽ ഇതൊന്ന് ഇച്ചിരി വേവുകയും ചെയ്യും, നമുക്ക് തിന്നാനും നല്ല ഇതായിരിക്കും. അല്ലെങ്കിൽ പച്ചയായിട്ടിരിക്കും. നമുക്ക് ബജി ഉണ്ടാക്കാനുള്ള ഇത് കടലമാവിന്റെ പേസ്റ്റ് ഉണ്ടാക്കാം. ദോ കട്ടോരി കടലമാവ് എടുക്കണം. ഇത്ര സോഡാപ്പൊടി, കടലമാവ് ഗ്യാസ് ആയതാണ് ഇച്ചിരി അജ്വൈനും കൂടെ ഇടാന്. അര സ്പൂൺ ഉപ്പ്. എന്നിട്ട് നമുക്കിത് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം ബജിയേക്കുള്ള. അധികം ലൂസും ആവരുത്, ഒത്തിരി കട്ടിയും ആവരുത്. ഈ പരുവത്തിന് മാവ് കലക്കി വെക്കണം. ഇനി നമുക്ക് മുളക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ മുളക് നമുക്ക് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഒത്തിരി ഇതാക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് മസാല നിറയ്ക്കാം. നമ്മൾ അകത്ത് മസാല എല്ലാം നിറച്ച് വെച്ച് ഇനി നമുക്ക് ബജി ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ ചൂട്. ഇനി നമുക്ക് ഓരോ മുളക് മുക്കി മുക്കി ഇടാം. രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം, നമ്മളെ ബജിയ വേവാൻ വേണ്ടി. ഇനി കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയും ഇതേ കണക്ക് ഉണ്ടാക്കി വെക്കാം. ബാക്കി മുളക് ബജിയും നമുക്ക് ഉണ്ടാക്കാം.
ബജിയെല്ലാം ആയി. ഇതെല്ലാം കോരാം. ഇച്ചിരി മാവ് അതിൻ്റെ അധികം വന്ന് അതിലോട്ട് ഇച്ചിരി ഉള്ളിയും പച്ചമുളകും മല്ലിയിലയും ഇട്ട് സാദാ ബജി ഉണ്ടാക്കും. ഒരു ഉള്ളിയും ഒരു പച്ചമുളകും ഇച്ചിരി മല്ലിയിലയും കൂടെ ഇട്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. വേറെ ഒന്നും ഇത് ചേർക്കേണ്ട കാര്യമില്ല. ഉള്ളി ബജിയ മാതിരി ഉണ്ടാക്കിയെടുക്കാം.